ഷാഫി അല്ല, അതിനെന്ത് സംശയമുണ്ടോ? ഒരു തർക്കവും വേണ്ട, ഷാഫി തന്നെ ജയിക്കും. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങള്? കാരണം ഷാഫി പിന്നെ ഒരു ഉഷാറായ ആൺകുട്ടിയല്ലേ, ഉഷാറായ ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ട് അയാൾ തന്നെ ജയിക്കുള്ളൂ. അതിലൊരു തർക്കവും ഇല്ല. CPM ചാൻസ് കൂടുതൽ. MLA എന്ന ആളാണല്ലോ ഷാഫിയുടെ, ആളെ കൊണ്ട് അവിടെ കൊണ്ടുവിടേണ്ട ആവശ്യമില്ല. ഇവിടെ മൂപ്പര് ഇവിടെ നേരത്തെ നിൽക്കാണ്ടെന്നാണ് ഈ ശ്രീധരൻ ജയിച്ചിട്ടുണ്ടാവും, പാലക്കാട് ഒരു വികസനം വന്നിട്ടുണ്ടാവും. ഇവിടെയും ജയിച്ച് അവിടെയും പോയി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കോൺഗ്രസ്സുകാരുടെ ഇത്തരമാണ്. ടീച്ചറിനാണ് ചാൻസ്. കാരണം ടീച്ചർ അമ്മയ്ക്ക് ഒരു ടീച്ചറമ്മ ചെയ്തത് തന്നെയാണ് കഴിഞ്ഞ ആ ഒരു മന്ത്രിയായിരിക്കുന്ന സമയങ്ങളിലും അവരുടെ പൊതുപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങളെ നന്നായിട്ട് കണ്ടറിഞ്ഞതാണ്. അപ്പോ വടകരയ്ക്ക് അത് മനസ്സിലാവും, വടകരയിലെ ജനങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഷാഫി പാലക്കാടുള്ള സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാലക്കാട്ടിലേക്ക് വേണ്ടി പുള്ളി 3 തവണ ജയിച്ചു, 3 തവണയാണെന്ന് തോന്നുന്നു ജയിച്ചത്. 3 തവണ ജയിച്ചു, അത്യാവശ്യം ഓടി നടക്കുന്നുണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരു ഇറങ്ങി നിന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനമോ ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് എവിടെയെങ്കിലും വലിയ ഫ്ലക്സുകളോ ഒന്നും എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ടീച്ചർ അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ടീച്ചർ അമ്മയെ കുറിച്ച് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്, എല്ലാവർക്കും മനസ്സിലാവും ടീച്ചർ അമ്മ എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലോണം അറിയാം. വടകരയ്ക്കും അത് തന്നെയായിരിക്കും. ടീച്ചർ അമ്മയെ വടകര പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, ടീച്ചർ അമ്മയിൽ നിന്ന് തന്നെയാണ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് തന്നെ. അപ്പൊ ടീച്ചർ അമ്മ ജയിക്കും. കാരണം ഇവിടെ ഇരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എവിടെ പോയി നിന്നാലും, കേരളത്തിൽ എവിടെ നിന്നാലും ഷാഫി ജയിക്കേണ്ടത് ജയിക്കും. സാർ എന്താണ് ഷാഫിന്റെ കണ്ട ഒരു ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റി? മറ്റേ ഒന്നാമത്തത് ചെറുപ്പം, രണ്ടാമത്തത് മറ്റേ മൂപ്പരുടെ ശൈലി, പ്രാസംഗിക ശൈലി, മനുഷ്യ സ്നേഹി. എന്ത് ചെറിയ വിഷയമുണ്ടെങ്കിൽ അടുത്ത നിയോജക മണ്ഡലം നോക്കല്ലേ പുള്ളി ചെയ്തത്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വീൽ ചെയറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് വീൽ ചെയർ കിട്ടിയപ്പോ പുൽപ്പുള്ളിത്തെ ഒരാൾ പറഞ്ഞു ആ വീൽ ചെയർ ഞങ്ങൾക്ക് BMW കാറിന് സമാനമാണെന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരു ദമ്പതികളുടെ വാർഷികത്തിന് അവർ പൈസ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ആ പൈസ ഇവർക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് അവർക്ക് വീൽ ചെയർ വാങ്ങിച്ചു. അത് മറ്റേ ചിറ്റൂർ നിയോജക മണ്ഡലം പുൽപ്പുള്ളി പഞ്ചായത്ത്. അപ്പൊ അതുപോലും നോക്കാതെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അയാൾക്കുള്ള ക്വാളിറ്റി. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പരമാവധി ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും, മറ്റുള്ളവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും. അതാണ് അതിൽ വേറൊരു വശം, അതാണ് ശരിയായ ഒരു വശം. നല്ല പ്രവർത്തകനാണ്, ജനങ്ങൾക്ക് അടുത്ത് അറിഞ്ഞ് പെരുമാറുന്ന വ്യക്തിയാണ്. പിന്നെ വടകര എന്ന് പറഞ്ഞ ശൈലജ ടീച്ചറിന് അത്രയ്ക്ക് വലിയ ഒരു ആളൊന്നുമല്ല. അവിടെ ചന്ദ്രശേഖരന് വധക്കേസ് ഉണ്ടല്ലോ, അതവിടെ എടുത്തു കാണിക്കും ഷാഫി. ഓരോരോ ആൾക്കാരുടെ വെറുത്തും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് എന്തായാലും ഷാഫി അവിടെ ജയിക്കുന്നത് ഉറപ്പാണ്, ഞങ്ങൾ 100% ഉറപ്പാണ്. ഷാഫി തന്നെ ജയിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഷാഫിക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഷാഫി തന്നെ ജയിക്കുന്നുണ്ട്. പാലക്കാട് കുറെ പുരോഗമനം ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. എന്താ കുറഞ്ഞിരിക്കണ ഒന്നും കുറഞ്ഞിട്ടില്ല, അത്ര തന്നെ ഉള്ളു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, വടകര മത്സരിച്ചിട്ടും പാലക്കാട് മത്സരിച്ചിട്ടും വലിയ കാര്യം വ്യത്യാസം ഉണ്ടാകുമ്പോൾ ജയിക്കേണ്ട കാര്യം നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും സപ്പോർട്ടാണ്. ഏത് പാർട്ടി ജയിച്ചാലും ശരി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം, ജനനന്മ ചെയ്യണം, നമുക്ക് അതേ വേണ്ട. ഏത് പാർട്ടി ജയിച്ചാലും ശരി. ഷാഫിക്കാന്ന് അങ്ങനെയല്ല, എല്ലാവരും നല്ല മനുഷ്യനാണ്. പാലക്കാട് വികസനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ KSRTC ബസ് സ്റ്റാൻഡ് തന്നെ ഉണ്ടല്ലേ, അത് അയാളുടെ പുരോഗമനത്തിന്റെ ഭാഗം. അതുകൊണ്ട് നന്മയുള്ളൂ, നന്മ ചെയ്താൽ മതി. ആരും അതേ വേണ്ടു. ലോകത്തിന് വേണ്ടി നന്മ ചെയ്യുക. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ വോട്ട് ഞാനും കൊടുക്കണം തന്നെയാണ്. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് കൊടുക്കുക. അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഏതൊരു വ്യക്തിക്കും പറയാൻ പറ്റില്ല അത് ആരുടെ വോട്ട് എന്താ കൊടുക്കുന്നത്. പോളിംഗ് ബൂത്തിൽ ആരും ചെന്ന് നോക്കില്ല. അപ്പൊ അതുകൊണ്ട് ആര് ജയിച്ചാലും ശരി, ദൈവത്തെ സഹായിച്ച് ദൈവത്തെ ഓർത്ത് നന്മ ചെയ്യുക, അതേ വേണ്ട. വടകരയില് ഷാഫിക്ക് തന്നെ ചാൻസ് ഉള്ളത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാല് മൂപ്പർക്കുള്ള പരിചയം തന്നെ. ഒരു പാലക്കാടൊക്കെ കുറെ കാലം നല്ല അഭിപ്രായമൊക്കെ കിട്ടിയാളല്ലേ. എന്തായാലും ചാൻസ് എന്റെ അഭിപ്രായത്തിൽ മൂപ്പർക്ക് തന്നെ കാണണം. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ? എന്തെങ്കിലും ഷാഫി ജനീനാണ്, എല്ലാ പോയാലും ജയിക്കും. ആൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു കഴിവും പറഞ്ഞ സാമർത്ഥ്യം അങ്ങനെയാണ്. നല്ലൊരു വ്യക്തിയാണല്ലോ, ആര് പോയാലും ഇഷ്ടപ്പെടും. അതാണ് അതിന്റെ പ്രത്യേകത. ഷാഫിക്ക് ചേരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ചേട്ടന് എന്താ പ്രത്യേകിച്ച് കാരണം ഉണ്ടോ? കാരണം പറഞ്ഞാൽ നല്ല ഉപകാരങ്ങളുണ്ട്. പാലക്കാട് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരണമുണ്ട്. ശരി. നല്ല സഹായമുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവർക്കും നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വരണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പാലക്കാട് ജയിക്കണമെന്നാണോ? പാലക്കാട്ടിലേക്കും വരണം, ജയിക്കും വേണം. വടകര ടീച്ചർ തന്നെയാണല്ലോ. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? അല്ല, ടീച്ചർ നമ്മളെല്ലാവരും കേരളത്തിലുള്ളവർ വിചാരിച്ചത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യത്തെ വരുന്ന പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ പാർട്ടിയുടെ തീരുമാനം ടീച്ചർ അംഗീകരിച്ചു. ടീച്ചർക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് ഇനിയുള്ളതിൽ MP ആവാനുള്ള 100%
ടീച്ചർ തന്നെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു. എതിർകക്ഷി മോശമൊന്നുമില്ല ടീച്ചർ. അപ്പൊ അങ്ങനെക്ക് ജയിച്ചു പോരേണ്ട കാര്യത്തിന് ഷാഫിയുടെ പാർലമെന്റിൽ ചെയ്യാനുള്ള ആ ഒരു കഴിവാണ് പ്രധാനപ്പെട്ടത്. അത് വലിയ പ്രധാനം തന്നെ, ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തീർച്ചയായും ജയിക്കും. കാരണം ഇവിടെ ഇരുന്നപ്പോഴേ ആളെ എല്ലാം കൊണ്ടും എല്ലാ കാര്യവും നമ്മൾ ഒപ്പം നിന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഒപ്പം നിന്നിട്ടുണ്ട്. കടയിൽ പോയാലും ജയിക്കും. ഞാൻ ആളുടെ വീഡിയോസ് കാണാറുണ്ട്. ഇവിടെ ഉണ്ടാണെങ്കിൽ കൂടുതൽ ആൾക്കാർ നേരെ ഭാഗത്താണ് ജയിക്കും. ഷാഫി മികച്ച സംഘാടകനാണ്, തന്നെയല്ല നല്ലൊരു ക്രൗഡ് പുള്ളറാണ്. അതുകൊണ്ടാണല്ലോ അയാൾ അവിടെ ഇതിന് വന്നപ്പോ കാണാവുന്ന ജനസമുദ്രം. അപ്പോ ഷാഫി ജയിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇന്നലെ ഉണ്ടായ സംഭവമൊക്കെ LDF ഒരു തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോ ഷാഫി അത് മിക്കവാറും ജയിക്കുമെന്ന് മാത്രമല്ല മുരളീധരന്റെ ഭൂരിപക്ഷം കൂട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ ഡേറ്റ് ആണ് ഇരുഭാഗത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമുള്ളതായിട്ടാണ് തോന്നുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? പ്രത്യേകിച്ചാണല്ലോ അവിടെ ഒരു കാൻഡിഡേറ്റ്, നല്ല കാൻഡിഡേറ്റ് ഉണ്ട്. ശൈലജ ടീച്ചർ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് കൂടി ബാധിക്കും. ഷാഫി അതുപോലെ തന്നെയാണ്, അതുപോലെ കട്ടക്കുള്ള മത്സരമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു. മൂപ്പര് നല്ലൊരാളാണ്, ജയിക്കണം. ജയിക്കും അല്ലേ? ഓക്കെ, വടകര ജയിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. യെസ്, ഓക്കെ, താങ്ക് യു.